എവിടെയോ കണ്ടിട്ടുണ്ട്. പഴംപൊക്കി പിടിച്ചിരിക്കുന്ന ആളാ? അതെ. കുരങ്ങനാണോ എന്ന് സംശയം. കുരങ്ങനാണെങ്കിൽ നമ്മുടെ വിജയ് എവിടെയെങ്കിലും പഴംപൊക്കി പിടിച്ചിട്ടുണ്ട്. അവൻ കേക്കണ്ട, അവൻ പിടിച്ച് ഇടിക്കും തന്നെ. അങ്ങനെ ആദ്യത്തെ ടാസ്ക് വളരെ മനോഹരമായി കംപ്ലീറ്റ് ചെയ്ത പൂജയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു കിഴി സ്വർണ്ണ നാണയം സമ്മാനം. ഇനി താങ്കളുടെ രണ്ടാമത്തെ ക്ലൂ ഇതിനുള്ള എടുത്തോളൂ. ഇവിടെ എല്ലാരെയും തണുപ്പിക്കാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ കിട്ടുന്നത് വേഗത്തിൽ കുടിക്കണം, പതുക്കെ കുടിക്കരുത്, എങ്കിൽ അമ്മ നിന്നെ മടിച്ചി എന്ന് വിളിക്കും. അപ്പൊ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. കൂൾ ബാർ. കൂൾ ബാർ ഇവിടെ ഉണ്ടോ? ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അമ്മ അവിടെ ഒന്നും കാണൂല, ഇങ്ങോട്ട് വന്നേ. കളഞ്ഞു പോയില്ലേ? ഇവിടെ കണ്ടുപിടിച്ചാ ഇത് ഭയ്യാ ഏക്ക് അമ്മ ഇതുവഴി പോകുന്ന ഡെഗി. അതെ അതെ, ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ടൊന്ന് വരാം. എന്തോന്ന്? അതല്ലേ പറഞ്ഞേ. ഇത് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. ഇന്ദ്ര, ആദ്യത്തെ തവണയാണ്ട് ഇന്നാ പിടി. എന്റെ ദൈവമേ, ഇതെന്താണ്? അപ്പൊ ഇതില് അമ്മയുടെ കൈയക്ഷരം കണ്ടുപിടിക്കണോന്നല്ലേ അമ്മ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പം ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിപ്പം 5 കാർഡുണ്ട്. ഓരോ കാർഡിലും ഓരോ ടാസ്ക് ആണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അമ്മയുടെ കൈയക്ഷരം ഉള്ള ടാസ്ക് അല്ല കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കിടന്ന് ഓടേണ്ടി വരും. ഇതല്ല. അതെങ്ങനെ അറിയാം? അതല്ല, അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ സുശീലാമ്മയെ പറ്റി മോൻ പറയണതൊക്കെ കേട്ടാൽ ഇത് ഏത് ഇത് കൈയില്ലാതെ ഭക്ഷണം കഴിക്കാവോ? ഒരിക്കൽ ശ്രമിച്ചു നോക്ക്. നീ തിരയുന്ന അടുത്ത സൂചന അവിടെ തന്നെയാണ്. എന്നാ പിന്നെ ഇതാണെന്ന് ഹാപ്പി മൊമെന്റ്സ്. ഹാപ്പി മൊമെന്റ്സ്. ഹാപ്പി മൊമെന്റ്. മൊമെന്റ്സ് അവിടെ തന്നെ. ക്ലൂ കൊടുക്കൂ. എന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ നീ കൃത്യമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിനക്ക് അടുത്ത ക്ലൂ കിട്ടും. കണ്ടുപിടിച്ചോ. എന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ. എന്റെ കുട്ടിക്കാലം ആവണം എന്നില്ല, നിനക്കറിയാവുന്നവരുടെ ആരുടെയെങ്കിലും കുട്ടിക്കാലം ആയിരിക്കാം. ഇതാരാ? അമ്മ. ആര്? എന്റെ അമ്മ. നിന്റെ അമ്മ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് അളിയാ. അങ്ങനെ ആദ്യത്തെ ടാസ്ക് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മിസ്റ്റർ സൂര്യ. ഇതാ പിടി അളിയ. ഒരു കിഴിയിൽ 3, 4, 5 സ്വർണ്ണം. ശരിക്കും തരൂലേ? യെസ്. ഇത് കയ്യിൽ വെച്ചോ. ഇത് ലാസ്റ്റ് കൊടുത്താലേ അമ്മയെ കിട്ടൂട്ടാ. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ ടാസ്ക് ചെയ്യാൻ? പിന്നെ അതിനുവേണ്ടി ഇനി അടുത്ത ക്ലൂ വേണ്ടേ? വേണം ചേട്ടാ, അടുത്ത ക്ലൂ കൊടുക്കാം അവന്. ക്ലൂ മഴയാണല്ലോ. കാട്ടിൽ വന്യവും സ്വാതന്ത്ര്യമുള്ളവരാണ് ഇവർ. ഓക്കെ, മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മഞ്ഞ നിറത്തിലുള്ള ഒരു വിരുന്നാണ് അവർ എപ്പോഴും കൊതിക്കുന്നത്. ആളെ മനസ്സിലായോ? മനസ്സിലായി. ആരാണ് ആള്? പൊങ്ങൻ. അപ്പൊ ആ കുരങ്ങനെ ഇതിനകത്തുനിന്ന് നീ കണ്ടുപിടിക്കണം. അതാണ് നിന്റെ അടുത്ത ടാസ്ക്. ഈ ടാസ്കിന് സഹായിച്ച നമ്മുടെ അമലേട്ടന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അതെ, ഇതാ ഗിഫ്റ്റ്. നമ്മുടെ എലൈറ്റ് ബാഗ്സ് എറണാകുളം നൽകുന്ന ഒരു സമ്മാനമാണ്. അമലേട്ട, താങ്ക് യു സോ മച്ച്. ചക്കയുടെ കുരു എണ്ണണമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം, ആ കൂടയിലുള്ള മുഴുവൻ ചക്കക്കുരു എണ്ണണം. കൂട്ടത്തിൽ എങ്ങാനും ഇടയ്ക്ക് തെറ്റിപ്പോയാൽ ആദ്യമേ വീണ്ടും എണ്ണുകയും ചെയ്യണം. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഓരോ തവണയും ഈ പാവയ്ക്കയും കഴിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങോട്ട് എന്നെ ധ്യാനിച്ച് തുടങ്ങുക. 1, 2, അല്ല 3, ഞാൻ 4, 5, 7, 8, 9, 10, 24, 5, 6, 27, 8, 43, 44, 45, 56, 48, 49, 40, 50, 52, 51, 50, 44, 65, 63, 64, 67, 68, 62, 63, 64, 68, 72. ഉറപ്പാണല്ലോ? എങ്കിൽ ശരി, ഞാനൊന്ന് എണ്ണട്ടെ. 1, 2, 3, 32, 34, 35, 70. മിടിക്ക് ഒരു പാവയ്ക്ക പോലും കഴിക്കാതെ നേടിയെടുത്തല്ലോ. ഇവിടെയാ ക്ലൂ. അവിടെ ചോദിച്ചിട്ട് മഞ്ജു പോലീസേ, ഞാൻ കണ്ടില്ലേ? ഞാൻ കണ്ടല്ലോ. അത് വായിച്ചേ. അമ്മയുടെ പായസം വലിയ ഇഷ്ടമല്ലേ? എനിക്കും അമ്മയുടെ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിനക്ക് കുടിക്കാനുള്ള പായസം വെച്ചിട്ടുണ്ട്. വേഗം കുടിച്ചിട്ട് അടുത്ത ക്ലൂ മേടിച്ച് ഓടി വാ. സ്വാതിക്കുട്ടിക്ക് നമ്മൾ വിഷു കൈനീട്ടമായിട്ട് 5 ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത്, തങ്ക നാണയം. ഓക്കെ, നമുക്കപ്പോ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം.
പോലീസേ, പായസം. മഞ്ജു പോലീസേ, ആ. ഇനി അടുത്ത പായസമാണ്. പായസം. കുലുക്കി സർബത്ത്. കുലുക്കി സർബത്ത് കൂട്ടിയിരിക്കുകയാണല്ലോ. ആളില്ല. ചിലപ്പോ പറയാൻ പറ്റില്ല, ഇവിടെ ആയിരിക്കും ചിലപ്പോ ക്ലൂ ഉള്ളത്. ഈ കട അടച്ചവര് വീട്ടിൽ പോയി, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറെ കടയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൂജ കൃത്യമായിട്ട് ആ കൂൾ ബാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഉദയാസേട്ടനും രാജേഷ് ചേട്ടനും കൂടെ പൂജയെ തണുപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടോ? എന്തായിരുന്നു? ഇത് കുടിക്കുന്നതിന് മുന്നേ വേറൊരു ഐറ്റം ഉണ്ട് അല്ലേ ചേട്ടാ? അതെ, സൂപ്പർ ഐറ്റം. ഈ ഐറ്റം അങ്ങ് കണ്ണിലോട്ട് വെക്കുക. ജ്യൂസ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡേ സമയമുള്ളൂ കേട്ടാ കുടിക്കാൻ. ആ മതി, റെഡി. കണ്ടുപിടിച്ചോ? ജ്യൂസ് തപ്പിയെടുക്കുക, സൂക്ഷിച്ച് തപ്പണം, തറയെ തട്ടിയിടരുത്, എന്നാ വീണ്ടും മറ്റൊരു ഗ്ലാസ് കുടിക്കേണ്ടി വരും. ജ്യൂസ് കയ്യിലെടുത്തിരിക്കുകയാണ്. അങ്ങനെ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈയടി കൊടുക്കും. 10 സെക്കൻഡിൽ കുടിച്ചു തീർത്തിരിക്കുകയാണ്. മനോഹരമായ സ്വർണ്ണ നാണയങ്ങൾ താങ്കൾക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്നു. അടുത്ത ക്ലൂ, ഹിയർ യു ഗോ. എത്രയോ രാത്രികളിൽ അമ്മ നിന്നെ താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ട്. ഉറക്കിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മോൾ ആ പാട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരു റാപ്പ് സോങ് ആയി ഇവിടെ വരുന്ന ഒരു ആൺകുട്ടിക്ക് പാടി കൊടുക്കണം. ഇതവിടെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്. ആ, മാങ്ങയല്ലേ? നീ അത് നോക്കാം. മാങ്ങയാണോ? മാങ്ങ എങ്ങനെ ക്ലൂ ആവും? അത് മിസ്റ്റർ ഇന്ദ്രൻ, നിങ്ങൾ എടുത്തത് കറക്റ്റ് നിങ്ങളുടെ അമ്മയുടെ കൈയക്ഷരം ഉള്ളത് തന്നെയാണ് കേട്ടോ. അതെളുപ്പല്ലേ? ഇതിൽ ഏറ്റവും മോശമായ കൈയക്ഷരം എടുത്തപ്പോ അത് അമ്മയുടെ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്ത് തന്നെയാലും ഫസ്റ്റ് ഗെയിം ജയിച്ച സ്ഥിതിക്ക് നമ്മുടെ സ്വർണ്ണ തങ്ക നാണയം ഇതാ കൈനീട്ടമായിട്ട് തരികയാണ്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചോണം. ഇതിന് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതങ്ങോട്ട് എടുത്ത് വായിച്ചേ. അടുത്ത ക്ലൂ ആണ്. ആ. സ്വർണ്ണ നിറമുള്ള ജ്യൂസ് ഉള്ള മൃദുലവും മധുരവുമായത ഒരു ഫലം. എന്നെ കണ്ടുപിടിക്കാനുള്ള അടുത്ത ക്യൂ ലഭിക്കണമെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥം കഴിക്കണം. പക്ഷെ കൈ ഉപയോഗിക്കാതെ വേണം കഴിക്കാൻ. അപ്പോ ഇതിൽ ഒരു മാങ്ങ അങ്ങോട്ട് കഴിക്കുക, അത് കഴിഞ്ഞ് അടുത്ത ക്ലൂ അങ്ങോട്ട് മേടിക്കുക. വീണ്ടും തങ്ക നാണയം സമ്മാനമായിട്ട് കിട്ടുകയാണ്. വിഷു കണിയായിട്ട് അങ്ങോട്ട് കരുതുക. അടുത്ത ക്ലൂ കിട്ടാൻ ചുറ്റും നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ചുറ്റും നോക്കാൻ. ചുറ്റും നോക്കിയാൽ ക്ലൂ ഉണ്ടോ? ചുറ്റും നോക്കിയാൽ ക്ലൂ ഉണ്ട്. അത് നമ്മൾ നോക്കാതെ ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ട്. ആ ചേച്ചിനെ എന്നാ പോയി നോക്കട്ടെ. ചേച്ചിമാരെ അല്ലെങ്കിൽ നീ കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. അല്ല, ആ ചേച്ചിയുടെ ക്ലൂ ഉണ്ടോ എന്ന് അറിയണല്ലോ. ഒരു ക്ലൂ ചേച്ചിയുടെ കയ്യിലുണ്ടെങ്കിൽ ദയവ് തന്ന് സഹായിക്കണം.